കണ്ണൂർ വളപട്ടണത്ത് നിന്ന് വീട്ടിൽ 300 പവനും 1 കോടി രൂപയും മോഷ്ടിച്ച കേസിൽ അയൽവാസിയാണ് പിടിയിലായത്. വെൽഡിംഗ് പണിക്കാരനായ ലിജീഷാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷണം പോയതിനേക്കാൾ 21 ലക്ഷം രൂപ അധികം പ്രതിയിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. 33 പവൻ സ്വർണം ഇനിയും കണ്ടെത്താൻ ബാക്കിയാണ്. CCTV മറിച്ചത് പ്രതിക്ക് തിരിച്ചടിയാണ് ഉണ്ടാവുകയായിരുന്നു. കവർച്ചയുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിരുന്നു. കഷണ്ടിയുള്ളയാളെന്ന് പോലീസിന് മനസ്സിലായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അയൽവാസി അറസ്റ്റിലായിരിക്കുന്നത്. വിശദമായ റിപ്പോർട്ട് കാണാം. മോഷണം നടന്ന് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിയുടെ അറസ്റ്റ്. അഷ്റഫും കുടുംബവും യാത്ര പോയ സമയത്തായിരുന്നു 1 കോടി രൂപയും 300 പവനും കവർന്നത്. അഷ്റഫുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അയൽവാസി ലിജീഷിന്. CCTV ദൃശ്യവും വിരലടയാളവുമാണ് പ്രതിയിലേക്കെത്താൻ അന്വേഷണ സംഘത്തിന് സഹായകമായത്. പ്രതിയുടെ വീട്ടിലെ കട്ടിലിനടിയിൽ പ്രത്യേകം സജ്ജീകരിച്ച അറയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മോഷ്ടിച്ച പണവും സ്വർണവും. മോഷണം പോയവയെന്ന് പറയുന്ന 300 പവനിൽ 267 പവൻ സ്വർണം കണ്ടെടുത്തു. അതേസമയം മോഷണം പോയതിനേക്കാൾ കൂടുതൽ പണം കണ്ടെടുത്തിട്ടുണ്ട്. 1 കോടി കണ്ടെത്തേണ്ട സ്ഥലത്ത് കിട്ടിയത് 1 കോടി 21 ലക്ഷം രൂപ. വെൽഡിംഗ് ജോലിക്കാരനാണ് ലിജീഷ്. മോഷണശേഷവും ആർക്കും സംശയം തോന്നാത്ത നിലയിലായിരുന്നു പെരുമാറ്റം. കവർച്ചയ്ക്കെത്തുമ്പോൾ ധരിച്ചിരുന്ന മുഖംമൂടിയും വസ്ത്രവും പ്രതി കത്തിച്ചു കളഞ്ഞതായും അന്വേഷണ സംഘം കണ്ടെത്തി. ലിജീഷാണ് പ്രതിയെന്ന് അറിഞ്ഞതിന്റെ അമ്പരപ്പിലാണ് നാട്ടുകാർ. അറസ്റ്റ് വാർത്തയറിഞ്ഞ് നൂറുകണക്കിന് ആളുകൾ പോലീസ് സ്റ്റേഷനു മുന്നിൽ തടിച്ചുകൂടി. ന്യൂസ് 18 കണ്ണൂർ. CCTV ദൃശ്യത്തിൽ പതിഞ്ഞ കഷണ്ടിത്തലയും വിരലടയാളവുമാണ് അയൽവാസിയായ കള്ളന് വിനയായത്. പ്രതിയെ പിടികൂടിയ പോലീസിന്റെ അന്വേഷണ വഴിയിലേക്ക് വിശദമായി. വീടിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളയാളാണ് മോഷണം നടത്തിയതെന്ന് പോലീസിന് ആദ്യമേ സംശയമുണ്ടായിരുന്നു. മണം പിടിച്ച പോലീസ് നായ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി. ഇതോടെ പ്രതി സംസ്ഥാനം വിട്ടേക്കാമെന്ന സംശയം ബലപ്പെട്ടു. തുടർന്ന് കോഴിക്കോട് മുതൽ ബംഗളൂരു വരെയുള്ള ടവർ ലൊക്കേഷൻ പോലീസ് പരിശോധിച്ചു. പഴയ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. കണ്ണൂരിലെ അടക്കം 35 ലോഡ്ജുകളിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘം 215 പേരെ ചോദ്യം ചെയ്യുകയും 75 പേരുടെ വിരലടയാളം ശേഖരിക്കുകയും ചെയ്തു. വീട്ടിലെ CCTV ക്യാമറകളെല്ലാം മറച്ച് അതിവിദഗ്ധമായായിരുന്നു മോഷണം. എന്നാൽ ഒരു ക്യാമറ ചതിച്ചു. അതിൽ മുഖം മറച്ചിരുന്ന പ്രതിയുടെ ദൃശ്യം പതിഞ്ഞു. ഇതോടെ കഷണ്ടിയുള്ളയാളെ തിരഞ്ഞായി പിന്നീടുള്ള അന്വേഷണം. പഴയ കേസുകളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആൾ ഇതിലും ഇൻവോൾവ് ഉണ്ടാവണം. ഇതിലെ ഒരു സംശയം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പഴയ CCTV ഫുട്ടേജുകൾ, പഴയ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള കേസുകളുടെ CCTV ഫുട്ടേജ് ശേഖരിച്ചിട്ട് അതിന്റെ ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്തിട്ട് അതും പരിശോധന ചെയ്തിട്ട് നോക്കി. ക്രൈം സീനിന് നമുക്ക് ഒരു CCTV ഫുട്ടേജ് കിട്ടിയിരുന്നു. ആ CCTV ഫുട്ടേജ് പ്രകാരം ഒരു ചെറിയ സംശയം, ഒരു കഷണ്ടി ഉള്ള ആൾ ഒരു ഇതിലെ സംശയമായിട്ട് ഉണ്ടാവണം. ഒരു കഷണ്ടി ആൾ ഉണ്ടാവണം. അതൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആ ആംഗിൾ പ്രത്യേകമായിട്ട് വെച്ചിട്ട് ഞങ്ങൾ അന്വേഷണം ചെയ്തിട്ട് നോക്കി. 1 വർഷം മുമ്പ് കീച്ചേരിയിൽ നടന്ന മോഷണ രീതിയുമായി സാമ്യം തോന്നിയ പോലീസ് വിരലടയാളം ഒത്തുനോക്കി. അന്വേഷണ സംഘത്തിന്റെ സംശയം തെറ്റിയില്ല. ചുരുളഴിയാതെ നിന്നിരുന്ന കീച്ചേരിയിലെയും വളപട്ടണത്തെയും കള്ളൻ അയൽവാസിയായി ലിജീഷ് തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. കീച്ചേരി 803/2023 കേസ് ഒരു ക്രൈം നമ്പർ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഇത് സിമിലാരിറ്റി ആണ്, അത് സംശയം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ആ കേസിന്റെ ഫിംഗർ പ്രിന്റ് ഈ ആളുടെ ഫിംഗർ പ്രിന്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ട് ഞങ്ങൾ മാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് നമുക്ക് സക്സസ് കിട്ടി. ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ മാച്ച് ആയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾ ഫർദർ ക്വസ്റ്റ്യനിങ് ചെയ്തു. വൈകിട്ട് ഏകദേശം നമുക്ക് 7:30 o'clock വരെ നമുക്ക് ഇയാൾ ഒരു അക്സെപ്റ്റ് ചെയ്തു. ഒരാഴ്ച നീണ്ട അധ്വാനത്തിനൊടുവിൽ കള്ളൻ വലയിലാകുമ്പോൾ അന്വേഷണ സംഘത്തിന് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും അഭിനന്ദനം. പോലീസിന് അഭിമാന നിമിഷവും. കണ്ണൂർ ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ തിരുവനന്തപുരം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ CPM ഉടൻ പുറത്താക്കും. മധുവിനെ പുറത്താക്കണമെന്ന നിലപാട് ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. BJPയിലേക്ക് പോകുമെന്ന സൂചന നൽകിയ മധു മുല്ലശ്ശേരി CPMുമായി ഇനി ഒരു ബന്ധവുമില്ല എന്നാണ് വ്യക്തമാക്കുന്നത്.
പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചും വെട്ടിലാക്കിയുമാണ് ഇന്നലെ മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയത്. ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ മധു ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്നാണ് പാർട്ടിയുടെ വിശദീകരണം. മംഗലപുരം സമ്മേളനം കഴിഞ്ഞ് അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു പിന്നീട് ഇറങ്ങിപ്പോയി എന്നും പിന്നീട് പാർട്ടിക്കെതിരായിട്ടുള്ള വർത്തമാനം അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നും പറയുന്നത് തികഞ്ഞ അവാസ്തവമായിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ട് ഒരു ചർച്ച അക്കാര്യത്തിൽ വരും. മധുവിന്റെ നിലപാടിനെ സംബന്ധിച്ച് പാർട്ടിക്ക് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ലീഡർഷിപ്പ് അക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ മധുവിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. BJPയുമായി നേരത്തെ ധാരണയെത്തിയ ശേഷമുള്ള നാടകമെന്നും അഭിപ്രായമുയർന്നു. മധു പോയത് പാർട്ടിക്ക് ക്ഷീണമെന്ന് സംബന്ധിച്ച കടകംപള്ളി സുരേന്ദ്രൻ മധുവിനൊപ്പം അയാളുടെ മകൻ പോലും പാർട്ടി വിടില്ലെന്നും വെല്ലുവിളിച്ചു. ഈ സമ്മേളനത്തിൽ പരാജയപ്പെട്ട ഒരു സ്നേഹിതന്റെ ആത്മവിലാപം എന്ന് വേണമെങ്കിൽ അതിനെ പറഞ്ഞ് നമുക്ക് അവഗണിച്ച് കളയാവുന്ന ഒരു കാര്യം മാത്രമാണ്. ഏറ്റവും കൂടുതൽ ഏരിയ കമ്മിറ്റി മെമ്പർമാർ അനുകൂലിക്കുന്നത് ആരെയാണെന്ന് നോക്കിയിട്ട് അവരെ സെക്രട്ടറി ആയിട്ട് നിശ്ചയിക്കുക എന്ന് പറയുന്ന ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ നമ്മൾ കാണിച്ചത്. അത് ഉൾക്കൊള്ളാൻ ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടോ വിവേകമോ സംഘടനാപരമായിട്ടുള്ള ശക്തിയോ ഇല്ലാതെ പോയ ഒരാളായി പോയി ഈ മധു എന്ന് പറയുന്ന ആള്. ഏതിൽ പോകുന്നതിനോട് നമുക്ക് യോജിപ്പൊന്നുമില്ല. ആർക്കും ഏതിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അതെ ഞങ്ങൾക്ക് ലേശം ക്ഷീണം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. BJPയുമായി ചർച്ച നടത്തിയെന്ന ആരോപണം നിഷേധിക്കാത്ത മധു മുല്ലശ്ശേരി ജില്ലാ സെക്രട്ടറി V ജോയിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ആവർത്തിച്ചു. ജില്ലാ സെക്രട്ടറിയായി V ജോയി വന്നതിന് ശേഷം ഈ ഒരു വർഷക്കാലത്തിനിടയിൽ എനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ വലുതാണ്. മംഗലപുരത്തൊരു പാർട്ടി ഏരിയ കമ്മിറ്റി ഇപ്പം ഇല്ല. ആ കമ്മിറ്റിയെ വിഭാഗീയ പ്രവർത്തനം നടത്തി സ്വന്തം താല്പര്യത്തിന് വേണ്ടി നുണക്കാരുടെ കൂട്ടുപിടിച്ച് ആ ഏരിയ കമ്മിറ്റിയെ ഇല്ലാതാക്കുന്ന സമീപനമാണ് ജോയി നടത്തുന്നത്. CPM പാർട്ടി ഏരിയ കമ്മിറ്റി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും വിരുദ്ധമായാണ് ജോയി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ പറയുന്ന നേതാക്കൾ ആരെങ്കിലും മക്കൾ ഉണ്ടോ ഇന്ന് പാർട്ടി പ്രവർത്തനം നടത്താനായിട്ട്? സ്വന്തം താല്പര്യത്തിന് വേണ്ടി എല്ലാ മക്കളും ഒന്ന് വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിയിലായിരിക്കും. എൻ്റെ മോൻ DYPയുടെ മേഖലാ സെക്രട്ടറിയാണ്, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ആ സഖാവ് എന്നോടൊപ്പം ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് ആക്ഷേപഹാസ്യമാണ്. കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നുണ്ട് സ്വന്തം മകൻ പോലും കാണൂല എന്നുള്ളത്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ BJPക്കാരുമായിട്ട് ബന്ധമുണ്ട്, കോൺഗ്രസ്സുകാരുമായിട്ട് ബന്ധമുണ്ട്, പല വ്യക്തികളും എന്നെ കാണുന്നുണ്ട്, ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ വേറെ ആരുമായിട്ടൊരു ബന്ധം എനിക്കില്ല. ഞാൻ അതിൻ്റെ 42 വർഷമായി പ്രവർത്തന രംഗത്ത് വന്നത്. CPMൽ സമ്മേളനകാലത്ത് സംഘടനാ നടപടി സാധാരണമല്ല. അതിനാലാണ് മധുവിനെ പുറത്താക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി കാക്കുന്നത്. പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കിയ മധു പുറത്താക്കും മുമ്പേ പുതിയ ലാവണങ്ങൾ തേടുകയാണ്. BJPക്ക് പുറമെ കോൺഗ്രസ് നേതാക്കളുമായും മധു ചർച്ച നടത്തുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മധു മുല്ലശ്ശേരിയെ ഒപ്പം ചേർക്കാൻ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വം നീക്കം സജീവമാക്കിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മധു മുല്ലശ്ശേരിയുമായി ആദ്യഘട്ട ചർച്ചയും നടത്തി. അല്പം കൂടി കാത്തിരിക്കണമെന്നും തീരുമാനം അറിയിക്കാമെന്നുമാണ് മധു കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. സമ്മേളനകാലത്ത് CPMന് തലവേദനയാവുകയാണ് വിഭാഗീയ നീക്കങ്ങളും നേതാക്കളുടെ തമ്മിലടിയും. ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴും കാര്യങ്ങൾ അത്ര ശുഭകരമല്ലെന്ന് നേതൃത്വം തിരിച്ചറിയുന്നുമുണ്ട്. ആശയങ്ങളുടെ പേരിലല്ല, അധികാര തർക്കങ്ങളുടെയും വ്യക്തിവിദ്വേഷങ്ങളുടെയും പേരിലുള്ള തർക്കമാണ് സമ്മേളന വേദികളിൽ നിന്ന് ഇപ്പോൾ തെരുവിലേക്ക് പടരുന്നത്. സമ്മേളനകാലത്ത് നാടുനീളെ ഓടി നടന്ന വിഭാഗീയ നീക്കങ്ങളും തമ്മിൽ തല്ലും പരിഹരിക്കുകയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാന സെക്രട്ടറിമാർക്കും ഉണ്ടാകാത്ത ഗതികേട്. സമ്മേളനകാലത്ത് ആദ്യം തർക്കം തുടങ്ങിയത് സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിലെ ബ്രാഞ്ചിലാണ്. ലോക്കൽ സമ്മേളനം കടന്ന് ഏരിയ സമ്മേളനങ്ങൾ പകുതിയിലേറെ പിന്നിടുമ്പോൾ പലയിടത്തും നേതൃത്വത്തിനെതിരെ തെരുവിലിറങ്ങിയാണ് പാർട്ടി പ്രവർത്തകർ. ജില്ലാതലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ഇടപെടുത്തി പരിഹരിക്കുകയാണ് CPMന്റെ രീതി. ഏറ്റവും അവസാനം സംസ്ഥാന സെക്രട്ടറി ഇടപെടുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ തർക്കങ്ങൾ തെരുവിലേക്ക് നീങ്ങിയതോടെ സെക്രട്ടറിക്ക് നേരിട്ട് ഓരോ വിഷയത്തിലും ഇടപെടേണ്ട അവസ്ഥയായി. സെക്രട്ടറിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് കാര്യമായ പിന്തുണ ലഭിക്കുന്നില്ല എന്ന തോന്നലും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമാണ് തെറ്റുതിരുത്തൽ രേഖ കർശനമായി നടപ്പാക്കാൻ CPM തീരുമാനിച്ചത്. പലയിടത്തും പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ പോലും നടപടിയെടുക്കുകയും ചെയ്തു. എന്നാൽ സമ്മേളനങ്ങൾ മേൽക്കടങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രശ്നങ്ങളും കൂടുകയാണ്. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കൊല്ലത്തും കടുത്ത വിഭാഗീയ നീക്കങ്ങളാണ് നടക്കുന്നത്. ഒടുവിൽ തിരുവനന്തപുരത്ത് മംഗലപുരം ഏരിയ സെക്രട്ടറി തന്നെ സമ്മേളനവേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും ഉണ്ടായ അസ്വസ്ഥതകൾ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് പടർന്നാൽ അത് CPMനുണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി ചെറുതല്ല. സമ്മേളനകാലത്ത് പാർട്ടി നടപടികൾ സാധാരണമല്ലെങ്കിലും കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിടുകയാണ് CPM ചെയ്തത്.
തിരുവല്ലയിലും ശക്തമായ നടപടിയുണ്ടായി. VS പിണറായി വിഭാഗീയതയുടെ കാലത്ത് ഒരു പരിധിവരെയെങ്കിലും ആശയങ്ങളുടെ പേരിലായിരുന്നു പോരാട്ടം. എന്നാൽ ഇപ്പോൾ നേതാക്കൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യവും അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കവുമാണ് CPM-നെ നാണക്കേടിലാക്കുന്നത്. പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്ന നേതൃത്വത്തിലും വലിയ വ്യക്തതയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. സന്ദീപ് വാര്യർക്കെതിരെ ഭീഷണി മുദ്രാവാക്യം. കണ്ണൂർ അഴീക്കോടാണ് യുവമോർച്ച പ്രവർത്തകർ ഭീഷണി മുദ്രാവാക്യം മുഴക്കി പ്രകടനം നടത്തിയത്. ഒറ്റുകാര സന്ദീപെ, പാലക്കാട് പട്ടാപ്പകൽ എടുത്തോളാം എന്നാണ് ഭീഷണി. KT ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ ദിനത്തിലാണ് പ്രകോപന മുദ്രാവാക്യം മുഴക്കിയത്. ബലിദാനികളെ കൂട്ടുപിടിച്ച പട്ടാപ്പകലിൽ പാലക്കാട് ഇന്ന് ഞങ്ങളെടുത്തോളാം. സംസ്ഥാനത്ത് ഉടൻ വൈദ്യുതി ചാർജ് കൂട്ടും. നിരക്ക് വർധനയുടെ ഭാഗമായി പബ്ലിക് ഹിയറിംഗ് പൂർത്തിയാക്കിയ റെഗുലേറ്ററി കമ്മീഷൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉത്തരവിറക്കും. യൂണിറ്റിന് ശരാശരി 30 പൈസ വരെ കൂട്ടാനാണ് റെഗുലേറ്ററി കമ്മീഷൻ ആലോചിക്കുന്നത്. നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയായ CPM നേതാവ് PR അരവിന്ദാഷിന് ജാമ്യം കിട്ടി. കേസിലെ മറ്റൊരു പ്രതി CK ജിൽസിനും ഹൈക്കോടതി ജാമ്യം നൽകി. 1 വർഷത്തിലധികമായി രണ്ടുപേരും ജയിലിലാണ്. ഇനിയും ജാമ്യം നിഷേധിക്കേണ്ട സാഹചര്യമില്ലെന്നും കേസിൽ വിചാരണ വൈകുമെന്നതും കണക്കിലെടുത്താണ് ഹൈക്കോടതി നടപടി. കർശന ഉപാധികളോടെയാണ് ജസ്റ്റിസ് CS ഡയസ് ജാമ്യം അനുവദിച്ചത്. കള്ളപ്പണ ഇടപാട് കേസിൽ വടക്കഞ്ചേരി നഗരസഭാംഗമായ അരവിന്ദാക്ഷന് കൃത്യമായ പങ്കുണ്ടെന്നും അതിനാൽ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നുമായിരുന്നു EDയുടെ വാദം. കേസിൽ 1-ാം പ്രതിയായ തൃശൂർ കോലഴി സ്വദേശി സതീഷ് കുമാറിന്റെ അടുത്ത സുഹൃത്തായ അരവിന്ദാക്ഷൻ പണമിടപാടിലെ ഇടനിലക്കാരനാണെന്നായിരുന്നു കണ്ടെത്തൽ. തൃശൂർ പർലേക്കാടുള്ള വീട്ടിൽ നിന്നും 2023 സെപ്റ്റംബർ 26 പുലർച്ചെയാണ് അരവിന്ദാക്ഷനെ ED അറസ്റ്റ് ചെയ്തത്. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ആദ്യ രാഷ്ട്രീയ നേതാവാണ് PR അരവിന്ദാക്ഷൻ. കേസിലെ മറ്റൊരു പ്രതിയായ കരുവന്നൂർ ബാങ്ക് മുൻ അക്കൌണ്ടന്റ് PK ജിൽസ് ലക്ഷക്കണക്കിന് രൂപയുടെ ഭൂമി വിൽപ്പന നടത്തിയതായും ED ആരോപിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ഒരു ദൃശ്യമാണ് ഇനി. ടോർച്ചിന്റെ വെട്ടത്തിലാണ് ഇവിടെ രക്തസാമ്പിൾ എടുക്കുന്നത്. ഇതാണ് ആ ദൃശ്യം. കൊല്ലം കൊറ്റൻകര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ദൃശ്യമാണ്. ടോർച്ചിന്റെ വെട്ടത്തിലാണ് ഇവിടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി എടുക്കുന്നത്. വൈദ്യുതിയും പകരം ജനറേറ്റർ സംവിധാനവും ഇവിടെയില്ല. നിരവധി രോഗികളാണ് ബുദ്ധിമുട്ടുന്നത്. മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലാണ് ഇഞ്ചക്ഷനും രക്തസാമ്പിളുകളും എടുക്കുന്നത്. ആ ദൃശ്യമാണ് ഇത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ്. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്രത്തോളം അസൗകര്യമാണ് ഉള്ളത്, രോഗികൾ എങ്ങനെ ബുദ്ധിമുട്ടുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ ചിത്രം. കൊട്ടാരക്കര കൊറ്റൻകര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. അവിടെയാണ് ടോർച്ചിന്റെ വെട്ടത്തിലും മൊബൈൽ ഫോണിന്റെ വെട്ടത്തിലുമൊക്കെ രക്തസാമ്പിളുകൾ എടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, എന്താണ് ഇപ്പോൾ ഈ ആരോഗ്യ കേന്ദ്രത്തിലെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടോ? എന്താണ് ഈ സംഭവം? മഞ്ജുഷെ, വളരെ ഒരു ദീർഘനാളായിട്ട് അവിടെയുള്ള ജീവനക്കാരും അതുപോലെ തന്നെ അവിടെ ചികിത്സ തേടിയെത്തും രോഗികളും അനുഭവിക്കുന്ന വലിയ ഒരു ദുരിതമാണ് നമ്മൾ ഈ തുറന്നു കാട്ടുന്നത്. ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഇരുട്ടത്ത് മൊബൈൽ ഫോണിൽ നിന്നുള്ള ടോർച്ച് ലൈറ്റിന്റെ ഒരു പ്രകാശത്തിലാണ് ഇഞ്ചക്ഷൻ എടുക്കുന്ന ദൃശ്യങ്ങൾ. ഒരു മാതാവിന് ഇഞ്ചക്ഷൻ എടുക്കുന്നു, തുടർന്ന് ഒരു കുട്ടിക്ക് ചികിത്സ നൽകുന്നതെല്ലാം വ്യക്തമാണ്. ഇത് ദീർഘനാളായിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു അസൗകര്യമാണ്. ഈ അധികൃതർ ഇതുവരെയും ഒരു നടപടി ഉണ്ടാകാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. നമ്മൾ ഇതിനെക്കുറിച്ച് തിരക്കിയപ്പോൾ അറിയാൻ കഴിയുന്നത് അവിടെ ഒരു ജനറേറ്റർ സംവിധാനം പോലും ഇല്ല എന്നാണ് അറിയുന്നത്. കാരണം ഈ മഴക്കാലമായതുകൊണ്ട് ഇടയ്ക്ക് കറണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് വലിയ ദുരിതമാണ് ഇപ്പോൾ ആ ആശുപത്രി നേരിടുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഒരു ഇൻവെർട്ടർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് 2-3 മാസക്കാലമായിട്ട് ഇൻവെർട്ടർ തകരാറായിട്ട് ആ തകരാർ പരിഹരിക്കാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒന്നല്ല എന്ന് തോന്നുന്നു, ഇല്ലേ? ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ട് ഇവിടെ, അല്ലേ?
തീർച്ചയായും മഞ്ജുഷ, നമുക്ക് അങ്ങനെയാണ് അറിയാൻ ദീർഘനാളായിട്ട് അവിടെ ചികിത്സ തേടി എത്തുന്ന രോഗികളും അവിടുത്തെ ജീവനക്കാരും അനുഭവിക്കുന്ന ഒരു ദുരിതമാണിത്. പക്ഷേ ഇത് അധികൃതർ നടപടി എടുക്കുന്നില്ല, ഒരു ജനറേറ്റർ സംവിധാനം അവിടെ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും പരാതിയും പോയിട്ടുണ്ടാകും അല്ലേ? അതെ, ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ആ വാർഡിലെ മെമ്പറാണ്. അവിടെ ചികിത്സ തേടി എത്തിയ ഒരു രോഗി അറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് മെമ്പർ അവിടെ എത്തുന്നത്. വാർഡ് മെമ്പറാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. മെമ്പറുടെ വിശദീകരണം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. മെമ്പർ പറഞ്ഞു ഇതുപോലെയാണ്, പഞ്ചായത്തിൽ അദ്ദേഹം ഇത് സംസാരിച്ചിട്ടുണ്ട്, നടപടി ഉണ്ടാകും എന്നൊക്കെയാണ് അവർ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ദീർഘനാളായിട്ടുള്ള ഇത്തരം ഈ ഒരു സംഭവം നിരവധി തവണ അദ്ദേഹം പരാതിപ്പെട്ട് കാണും എന്ന് നമുക്കറിയാൻ കഴിയുന്നു. പക്ഷേ ഇതിൽ ഒരു നടപടി ഉണ്ടാകാത്തതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് മഞ്ജുഷ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത് ഞെട്ടിക്കുന്ന ഒരു ദൃശ്യമാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൗകര്യമില്ല എന്നുള്ളത് പലതവണ വാർത്തയായിട്ട് വന്നിട്ടുള്ളതാണ്. അതിലൊരു നേർചിത്രമാണ് ഇപ്പോൾ വരുന്നത്. കൊറ്റങ്കര എന്ന സ്ഥലത്താണ്, കൊട്ടാരക്കരയ്ക്ക് സമീപമാണ് ഈ സ്ഥലം. അവിടെയാണ് മൊബൈൽ ഫോണിന്റെ വെട്ടത്തിലും ടോർച്ചിന്റെ വെട്ടത്തിലുമൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുന്നു. അതുപോലെ തന്നെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി എടുക്കുന്നു. വാർഡ് മെമ്പർ തന്നെയാണ് ഈ ദൃശ്യം പകർത്തിയത്. ഇതിൽ ഒരു നടപടി എന്തായാലും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയാണ്, ഉണ്ടായേ തീരൂ. മറ്റൊരു വാർത്തയ്ക്ക്, ഒരിടവേളയ്ക്ക് ശേഷം ഡൽഹി വീണ്ടും കർഷക പ്രക്ഷോഭത്തിന്റെ വേദിയാവുകയാണ്. അല്പസമയത്തിനുള്ളിൽ തുടങ്ങുന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കാനായി ആയിരക്കണക്കിന് കർഷകരാണ് ഡൽഹി അതിർത്തിയായ നോയിഡയിലെ മഹാമായ മേൽപ്പാലത്തിന് സമീപത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാർഷിക വിളകൾക്ക് താങ്ങുവില ഗ്യാരണ്ടി നൽകുക, കർഷക സമരത്തെ തുടർന്ന് സർക്കാർ നൽകിയ ഉറപ്പുകൾ ഉടൻ നടപ്പാക്കുക, ഏറ്റെടുത്ത കാർഷിക ഭൂമിക്ക് കൂടുതൽ നഷ്ടപരിഹാരം നൽകുക, കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ നൽകുക. പ്രധാനമായും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാർലമെന്റ് മാർച്ച്. മുൻകാലങ്ങളിലെ പോലെ സർക്കാർ ഉറപ്പിൽ സമരം നിർത്തില്ല, ആവശ്യങ്ങൾ നടപ്പാക്കിയാലേ നിർത്തൂ. ഇതാണ് കർഷക സംഘടനകളുടെ നിലപാട്. സമരം അതിർത്തിയിൽ തടഞ്ഞാൽ അവിടെ തുടരും. വരും ദിവസങ്ങളിൽ കൂടുതൽ കർഷകരെത്തും. സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. കർഷക സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സമരം. ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ സമരത്തിനെത്തും. വിഷയം കൈവിട്ടുപോകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് തുടക്കത്തിൽ തന്നെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ വിഷയത്തിൽ ഇടപെട്ടു. കർഷക പ്രശ്നം പരിഹരിക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ച ഉപരാഷ്ട്രപതി ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണമെന്ന് കർഷകരോടും അഭ്യർത്ഥിച്ചു. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ തമ്പടിച്ചിരിക്കുന്ന കർഷകരും വരും ദിവസങ്ങളിൽ മാർച്ചിൽ പങ്കാളികളാകും. ആവശ്യമായി വന്നാൽ റോഡരികിൽ താമസിച്ച് മുൻകാലങ്ങളിലെ പോലെ സമരം തുടരാനുള്ള ഒരുക്കത്തിലാണ് കർഷക സംഘടനകൾ. കർഷകാവശ്യത്തെ രാഷ്ട്രീയമായി കാണാതിരിക്കാനായി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കുകയായിരുന്നു കർഷക സംഘടനകൾ. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയാരെന്ന പ്രഖ്യാപനം നീളുകയാണ്. ഇപ്പോൾ 9 ദിവസമായി തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ആഭ്യന്തര വകുപ്പിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിലാണ് ഷിൻഡെ ശിവസേന. ഏക്നാഥ് ഷിൻഡെയ്ക്ക് പകരം മകൻ ശ്രീകാന്ത് ഷിൻഡെയെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. ഷിൻഡെയുമായി BJP നേതൃത്വം വീണ്ടും ചർച്ച നടത്തും. മഹാരാഷ്ട്രയിൽ മഹായുതി വമ്പൻ വിജയം നേടി 9ാം ദിവസവും മുഖ്യമന്ത്രി ആരെന്ന പ്രഖ്യാപനം വന്നിട്ടില്ല. ഇന്നോ നാളെയോ പ്രഖ്യാപനം വരുമെന്നും അത് ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാകുമെന്നും ഏറെക്കുറെ ഉറപ്പാണ്. ആഭ്യന്തര വകുപ്പ് വേണമെന്ന ശിവസേന ആവശ്യമാണ് മുഖ്യ തടസ്സമായി നിൽക്കുന്നത്. BJP ദേശീയ നേതൃത്വം ഒരിക്കൽ കൂടി ഏക്നാഥ് ഷിൻഡെയുമായി ബന്ധപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ആഭ്യന്തരമില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല, പുറത്തുനിന്ന് പിന്തുണയ്ക്കാം. ഈ നിലപാടിൽ തന്നെയാണ് ശിവസേന ഇപ്പോഴും. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താനില്ലെന്നും പകരം മകൻ ശ്രീകാന്ത് ഷിൻഡെ നിയോഗിക്കുമെന്ന സന്ദേശവും ഷിൻഡെ നൽകുന്നു. ഇതും BJPക്കുള്ള മുന്നറിയിപ്പാണ്. അനൌദ്യോഗിക ചർച്ചകൾ പല വഴിയിൽ നടക്കുകയാണ്. അതിൽ ഏകദേശ ധാരണയെത്തിയാൽ മഹായുതിയിലെ 3 പ്രധാന പാർട്ടികളുടെ നേതാക്കളായ ദേവേന്ദ്ര ഫട്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവർ യോഗം ചേരും. ആ യോഗത്തോടെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ 2 സഭകളും ഇന്നത്തേക്കും പിരിഞ്ഞു. അദാനി, മണിപ്പൂർ, സംഭാൽ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതേസമയം അദാനി വിഷയം തുടർച്ചയായി ഉന്നയിക്കുന്നതിൽ തൃണമൂൽ കോൺഗ്രസിന് ഇന്ത്യ സഖ്യത്തിൽ എതിർപ്പുണ്ട്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ആദ്യം 12 മണിവരെ നിർത്തിവെച്ചു. തുടർന്ന് വീണ്ടും ചേർന്നെങ്കിലും പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിഞ്ഞു.
माननीय सदस्यगणों, प्रश्नकाल आपका समय है। मैं आग्रह करता हूं कि प्रश्नकाल को आप चलने दें। कृपया अपनी अपनी सीट पर विराजें। അദാനിക്ക് കുറ്റപത്രം നൽകിയ വിഷയത്തിൽ പ്രതിപക്ഷം ഇന്നും ചർച്ച ആവശ്യപ്പെട്ടു. ഒപ്പം മണിപ്പൂർ കലാപം, സംഭാൽ പോലീസ് വെടിവെപ്പ്, ഭങ്കൽ ചുഴലിക്കാറ്റുണ്ടാക്കിയ നാശനഷ്ടം, ഇന്ന് ഡൽഹിയിൽ കർഷകർ നടത്തുന്ന പാർലമെന്റ് മാർച്ച് തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകിയത്. ചർച്ച ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ബഹളവുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. On Tuesday, the 3rd December 2024. എന്നാൽ അദാനി വിഷയത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പമില്ലെന്ന നിലപാട് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ചേംബറിൽ ചേർന്ന ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗത്തിൽ തൃണമൂൽ പ്രതിനിധി പങ്കെടുത്തില്ല. ബംഗാളിന്റെ പ്രശ്നങ്ങൾക്കാണ് തൃണമൂൽ മുൻഗണന നൽകുന്നതെന്നും പാർലമെന്റ് തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും തൃണമൂൽ എം പി സുദീപ് ബന്ദോപാധ്യായ പറഞ്ഞു. They are showing their not interest that the house runs, and the house belongs to the opposition. But this BJP government is not in a mood also to run the house. ഭരണഘടന ഉറപ്പു നൽകുന്ന തരത്തിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായാൽ സഹകരിക്കാൻ തയ്യാറാണെന്ന് കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാൽ. സ്പീക്കറെ കണ്ട സഭാ നടപടികൾ സുഗമമാക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വേണുഗോപാൽ പറഞ്ഞു. We are ready for running the house, provided there should be a discussion on constitution, which they promised to us. നവംബർ 25-ന് സഭാ സമ്മേളനം തുടങ്ങിയ ദിവസം മുതൽ പ്രതിപക്ഷ പ്രതിഷേധവും തുടരുകയാണ്. ഡിസംബർ 20 വരെയാണ് ശീതകാല സമ്മേളനം. ഗോദ്ര വിഷയം കേന്ദ്ര പ്രമേയമാക്കിയ വിവാദ ചിത്രം സബർമതി റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിൽ പ്രദർശിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സ്പീക്കർ ഓം ബിർള തുടങ്ങിയ നേതാക്കളും സിനിമ കാണാനെത്തും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതിന് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മകനെ കുറ്റവിമുക്തനാക്കി. നികുതി വെട്ടിച്ചതിലും അനധികൃതമായി തോക്ക് കൈവശം വെച്ചതിലും ഹണ്ടർ ബൈഡൻ കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയതാണ്. ഇതിൽ കോടതി ശിക്ഷ വിധിക്കാനിരിക്കെയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ മകന് മാപ്പ് നൽകിയത്. അമേരിക്കയിലെ നിയമമനുസരിച്ച് ഇത്തരം കേസുകളിൽ പ്രസിഡന്റിന് കുറ്റവാളികളെ മോചിപ്പിക്കാം. തെരഞ്ഞെടുപ്പ് കാലത്ത് മകന് മാപ്പ് നൽകില്ലെന്നായിരുന്നു ബൈഡൻ പറഞ്ഞിരുന്നത്. തീരുമാനത്തിന് തൊട്ടു പിന്നാലെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്യാപിറ്റോൾ ഹിൽ കലാപത്തിലെ പ്രതികളെയും കുറ്റവിമുക്തരാക്കുമോ എന്ന് ചോദിച്ചു. ലബനനിൽ വെടിനിർത്തൽ കരാർ വീണ്ടും ഇസ്രായേൽ ലംഘിച്ചു. തെക്കൻ ലബനനിൽ വീടുകൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിവെക്കുകയായിരുന്നുവെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇസ്രായേലും ലബനനും യുദ്ധം നിർത്താൻ ധാരണയായത്. അതിനുശേഷം 52 തവണ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് ഫ്രാൻസിന്റെ നേതൃത്വത്തിലുള്ള നിരീക്ഷണ സംഘം വ്യക്തമാക്കി. ഏത് നിമിഷവും വെടിനിർത്തൽ കരാർ പൊളിഞ്ഞേക്കുമെന്നാണ് ഇപ്പോഴത്തെ ആശങ്ക. ഇനി ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മഴയെ അവഗണിച്ച് ശബരിമലയിൽ നിലയ്ക്കാത്ത തീർത്ഥാടക പ്രവാഹമാണ് ഇന്ന്. 12 മണിവരെ 45,016 തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പരമ്പരാഗത കാനനപാത വഴിയും പുല്ലുമേട് വഴിയുമുള്ള തീർത്ഥാടനത്തിന് താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചുഴലിക്കാറ്റും മഴയും കാരണം തമിഴ്നാട്, ആന്ധ്ര എന്നിവിടങ്ങളിലെ തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞിട്ടുണ്ട്. പമ്പ സ്നാനം നടത്തുന്ന വിവിധയിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴയിലും കോടമഞ്ഞിലും മുങ്ങി നിൽക്കുകയാണ് ശബരിമല സന്നിധാനം. ശബരിമലയിലും പരിസര പ്രദേശങ്ങളുമായി ശനിയാഴ്ച തുടങ്ങിയ മഴ ഇപ്പോഴും ഇടവിട്ട് തുടരുകയാണ്. എന്നാൽ പ്രതികൂല കാലാവസ്ഥ മലയിലെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. മണിക്കൂറിൽ 4000-നും 5000-നും ഇടയ്ക്ക് തീർത്ഥാടകരാണ് ദർശനത്തിന് ഉച്ചവരെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മഴ കാരണം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് വരാൻ കഴിയാത്തവരാണ് ഇന്ന് കൂടുതലായും എത്തിയത്. മഴയും ചുഴലിക്കാറ്റും കാരണം തമിഴ്നാട്, ആന്ധ്ര മേഖലകളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞു. പരമ്പരാഗത കാനനപാതയിലൂടെയും പുല്ലുമേട്ടിലൂടെയുമുള്ള യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർത്ഥാടകർ പാറക്കെട്ടുകൾ വഴുതി വീണ് പരിക്കേൽക്കുന്നത് ഒഴിവാക്കാനാണ് നടപടി. മണ്ണിടിച്ചിൽ സാധ്യതയും പലയിടങ്ങളിലുമുണ്ട്. ഏതു സാഹചര്യത്തെ നേരിടാനുള്ള സന്നാഹങ്ങളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് സന്നിധാനം പോലീസ് വ്യക്തമാക്കി. പോലീസിന്റേതായിട്ടുള്ള എല്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്യുപ്മെന്റ്സും ഞങ്ങൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഏത് സാഹചര്യവും നേരിടാൻ കേരള പോലീസ് തയ്യാറാണ്. പമ്പ അടക്കമുള്ള നദികളിൽ ഇറങ്ങുന്നതിനും നിയന്ത്രണമുണ്ട്. ജലനിരപ്പ് പെട്ടെന്ന് ഉയരാനും അടിയൊഴുക്കിനുള്ള സാധ്യതയും മുന്നിൽ കണ്ടാണ് ഈ നിർദ്ദേശം. വരും ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ പോലീസിന് പുറമെ ദുരന്ത നിവാരണ സേനാ വിഭാഗങ്ങളടക്കം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം.
ജി സുധാകരനെ പുകഴ്ത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സുധാകരനെ ഒരിക്കലും വിമർശിച്ചിട്ടില്ലെന്നും സുധാകരനോട് പ്രത്യേക ആദരവും ബഹുമാനവും ഉണ്ടെന്നുമായിരുന്നു സതീശന്റെ പ്രതികരണം. കെ സി വേണുഗോപാലിന്റെ സന്ദർശനം വ്യക്തിപരമാണെന്ന് രണ്ടുപേരും വ്യക്തമാക്കിയതാണെന്നും സതീശൻ പറഞ്ഞു. CPM-ൽ നടക്കുന്ന സംഭവവികാസങ്ങളെ ഗൗരവമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും CPM-ന് ജീർണത ബാധിച്ചതായും വി ഡി സതീശൻ വിമർശിച്ചു. വളരെ നല്ല ബന്ധമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹമായിട്ട് ഉണ്ടായിരുന്നത്. മന്ത്രിയായിരിക്കുമ്പോൾ മന്ത്രിമാരിൽ ഞാൻ വിമർശിക്കാത്ത ഒരാളായിരുന്നു അദ്ദേഹം. നീതിപൂർവമായിട്ടാണ് അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് പെരുമാറിയിരുന്നത്. PWD മന്ത്രിയായിരുന്ന സമയത്ത് പ്രതിപക്ഷത്തിരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെയാണ് അദ്ദേഹം നൽകി. ഒരു കാലത്തും അത്രയും നീതിപൂർവമായി പൊതുമരാമത്ത് മന്ത്രിമാർ പെരുമാറിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു അസ്തിത്വത്തെയോ അദ്ദേഹത്തിനോട് പാർട്ടിയുടെ കൂറിനെയോ ഞങ്ങളാരും ചോദ്യം ചെയ്യില്ല. കെ സി വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞതുപോലെ അവർക്ക് തമ്മിൽ വ്യക്തിപരമായൊരു അടുപ്പമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ MP MLA ആയി ഇരുന്ന ആളുകളാണ്. ഇതിന്റെ അപ്പുറത്തേക്കൊന്നും അതിൽ പോകണ്ട. യൂട്യൂബർ തൊപ്പിക്ക് കുരുക്കുമുറുകുന്നു. മയക്കുമരുന്ന് കേസിന് പിന്നാലെ അന്വേഷണം ഹവാല ഇടപാടിലേക്കും നീളുകയാണ്. ഹവാല ഇടപാടിലൂടെ കിട്ടുന്ന പണം രാസലഹരി വാങ്ങാൻ ഉപയോഗിച്ചതായാണ് സംശയം. റഷ്യയിൽ നിന്നടക്കം എല്ലാ മാസവും 1 കോടിയിലധികം രൂപ കണ്ണൂർ വളപട്ടണത്ത് ഹവാല ഇടപാടിലൂടെ മാറിയിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്. തൊപ്പിയുടെ ഫോൺ കോളുകളും സാമ്പത്തിക ഇടപാടുകളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. നിഹാദിന്റെയും സുഹൃത്തുക്കളുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ പാലാരിവട്ടം പോലീസ് കോടതിയിൽ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. കനത്ത നാശം വിതച്ച് വീശിപ്പോയ ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വ്യാപകമായ നാശനഷ്ടമാണ്. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായ 7 പേരിൽ 3 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. ഇവരടക്കം 13 പേരാണ് മഴക്കെടുതിയിൽ മരിച്ചത്. ശനിയാഴ്ച അർദ്ധരാത്രിയോടെ മഹാബലിപുരത്തിനും പുതുച്ചേരിക്കുമിടയിലാണ് ഫിൻജാൽ കരതൊട്ടത്. ഇതോടെ പുതുച്ചേരി, വിഴുപ്പുറം, ചെന്നൈ, ആന്ധ്രയിലെ നെല്ലൂർ മേഖലകളിൽ മഴ കൂടുതൽ ശക്തമായി. വിഴുപ്പുരം സാക്ഷിയായത് 50 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിനാണ്. പുതുച്ചേരിയിലും വിഴുപ്പുരത്തും ഇപ്പോഴും പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. വൈദ്യുതാഘാതമേറ്റും മരം വീണുമാണ് 6 പേർ മരിച്ചത്. ഇന്നലെ രാത്രി 9:30യോടെയാണ് തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടിയത്. താഴ്വാരത്തിൽ താമസിച്ചിരുന്നവരുടെ വീടുകൾ തകർന്നു. 5 കുട്ടികളടക്കം 7 പേരാണ് മണ്ണിനടിയിലായത്. രാത്രി തന്നെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പുലർച്ചെയോടെ 2 കുട്ടികളടക്കം 3 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു. ദുർബലമായ ഫിൻജാൽ ന്യൂനമർദ്ദമായി ആന്ധ്രാതീരത്തുകൂടി സഞ്ചരിക്കുകയാണ്. കൃഷ്ണഗിരി, ബംഗളൂരു എന്നിവിടങ്ങളിലും കനത്ത മഴയാണ്. പരാശനേരി തടാകം കവിഞ്ഞതിനെ തുടർന്ന് സമീപത്തെ റോഡിലുണ്ടായിരുന്ന വാഹനങ്ങൾ ഒലിച്ചുപോയി. ഫിൻജാലിന്റെ സഞ്ചാര ദിശ പരിഗണിച്ച് ഇന്ന് തെലങ്കാനയിലെ 10 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകൾക്ക് പുറമെ കാസർഗോഡും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി മുതൽ പാലക്കാട് വരെയുള്ള 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. ഏത് സാഹചര്യവും നേരിടാൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. NDRFന്റെ 4 സംഘങ്ങൾ സംസ്ഥാനത്തുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം. അശ്വതി പിള്ള ചേരും.